തെവെനിയൻ തിയറം ഉപയോഗിച്ചിട്ട് 10 ഓം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. 10 ഓമിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് ഇതാണ്. ഇതിൽ 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 20 ഓമും ഉണ്ട്, 12 വോൾട്ടും ഉണ്ട്. എ ബി എന്ന് പറഞ്ഞ ടെർമിനലിന് അക്രോസ് ആണ് 10 ഓം എടുക്കുന്നത്. അതിനടുത്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 10 ഓം റെസിസ്റ്റൻസ് ഹാസ് ബീൻ റിമൂവ്, thereby opening the circuit terminal. Circuiting the terminal A and B ഓപ്പൺ ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് വി എ ബി. വി എ ബി എന്ന് പറഞ്ഞാൽ എ പോസിറ്റീവും ബി നെഗറ്റീവും ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെ തന്നെയാണ് തെവെനിയൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നോ കറണ്ട് ത്രൂ ദി 8 ഓം, നോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 8 ഓം. പിന്നെ ഉള്ളത് നമ്മൾ എന്താണ് പറയുക, ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് വോൾട്ടേജ് അക്രോസ് വി എ ബി കണ്ടുപിടിക്കുക, എങ്ങനെയാണ് വോൾട്ടേജ് അക്രോസ് വി എ ബിൻ്റെ ടെർമിനൽ മാർക്ക് ചെയ്യുക എന്ന് നോക്കുകയാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അതിൽ കറണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു 8 ഓമിലൂടെ. പക്ഷേ 20ഉം 5ഉം 2ഉം കിടക്കുന്ന ആ പാർട്ടിൽ 2 ഓമിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കറണ്ട് കണ്ടുപിടിക്കുന്നു. 20 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 7, 5 പ്ലസ് 2, ദാറ്റ് ഈസ് 20 ഡിവൈഡഡ് ബൈ 7. 20 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 2 കൊണ്ട് 2 ഓം കൊണ്ട് ഗുണിച്ചാൽ 5.71 വോൾട്ട്. പോളാരിറ്റി നമ്മളാണ് മാർക്ക് ചെയ്തത്, മുകളിൽ പ്ലസും താഴെ മൈനസും ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കണം കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ. അങ്ങനെ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡി മുതൽ സി, ബി, എ, ഡി, ഇതാണ് നമ്മുടെ ക്ലോസ് പാത്തായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ക്ലോസ് പാത്ത് എടുക്കുന്ന സമയത്ത് ഡി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡി ടു സി എന്ന് പറയുന്നത് പൊളാരിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് ഡിയിൽ പ്ലസും സിയിൽ നെഗറ്റീവുമാണ്. അപ്പോൾ വി ഡി സി എന്ന് പറയുന്നതിന് പോസിറ്റീവായിട്ട് എടുക്കുക. ഇവിടെ പ്ലസ് ഉണ്ടെന്ന് കരുതുക. പക്ഷെ ബി നെഗറ്റീവും എ പോസിറ്റീവുമാണ്, അത് ആദ്യമേ പറഞ്ഞു. സോ മൈനസ് ബി എ ബി കൊടുക്കണം. പിന്നെ 12 എന്ന് പറയുന്ന സാധനവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെയാണ്. പോയിന്റർ മൂവ് ചെയ്യുന്ന കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പോയിന്റർ മൈനസിൽ നിന്ന് പ്ലസിലോട്ടാണ്. ഇവിടെ മാത്രമാണ് പ്ലസിൽ നിന്ന് മൈനസിലോട്ട്. ചിലർക്ക് ചിന്തിക്കുക എന്താ പ്ലസിൽ നിന്ന് മൈനസിൽ നിന്ന് പ്ലസ് എടുത്തുകൂടെ. ഞാൻ ആദ്യമേ പറഞ്ഞു ക്ലോസ് പാത്ത് തുടങ്ങുന്നത് ഡിയിൽ നിന്ന് തുടങ്ങി സിന്ന് ബി, ബിന്ന് എ കഴിഞ്ഞ് ഡി ആണ്. അപ്പോൾ വി ഡി സി എന്ന് പറയുന്നത് പ്ലസ് 12 വോൾട്ടും വി ഡി സി എന്ന് പറയുന്നത് എത്രയാ, 5.7 വോൾട്ടും. എ ബി എന്ന് പറയുന്നത് നമുക്കറിയില്ല. പിന്നെ ഉള്ളത് 12 വോൾട്ടാണ്, അതും നമ്മൾ മൈനസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. കാരണം രണ്ടും മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ് നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവുക. ഒരു പ്രാവശ്യം മാത്രമേ പ്ലസ് നിന്ന് മൈനസിലേക്കാണ്. നമുക്ക് വി എ ബി ആണ് ആവശ്യം, അതാണ് തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ വി ഡി സി മൈനസ് 12 വോൾട്ട് വരും. സോ 5.7 മൈനസ് 12 ഈക്വൽ ടു മൈനസ് 6.29 എന്ന് വന്നു. ഇനി പത്താൻ ശ്രദ്ധിക്കുക, നമ്മൾ എ ബി ആയിട്ട് എടുത്തത് മുകളിൽ പ്ലസും താഴെ മൈനസും ആണ്, പക്ഷെ കിട്ടിയ ഉത്തരം മൈനസ് ആണ്. അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മളെടുത്ത പൊളാരിറ്റി തെറ്റാണ്. എക്ക് നെഗറ്റീവും ബിക്ക് പോസിറ്റീവും ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മളത് തിരുത്തി. ഇനി വരയ്ക്കുമ്പോഴും, അതായത് തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോഴും എന്ത് ചെയ്യണം, സ്റ്റെപ്പ് 4 തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോഴും എയിലോട്ട് കണക്ട് ചെയ്യേണ്ടത് നെഗറ്റീവ് പൊളാരിറ്റിയാണ്. സോ തെവെനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. 20 ഓമും 12 വോൾട്ടും റിമൂവ് ചെയ്തു ബൈ ഷോർട്ട് വഴി. അങ്ങനെ ഷോർട്ട് ചെയ്തു, അതായത് ഇവിടെയും ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി 5ഉം 2ഉം പാരലാണ്. 5 ഗുണം 2 ഡിവൈഡ് ബൈ 5 പ്ലസ് 7, 5 പ്ലസ് 7 അപ്പോൾ 10 ഡിവൈഡ് ബൈ 7. അതിനോട് 8 ഓം സീരീസ്, അത് കൂട്ടിയാൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ 9.43 കിട്ടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം,
തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എയിൽ നെഗറ്റീവും ബിയിൽ പോസിറ്റീവുമാണ്. 6.29 വോൾട്ട്, 9.43 ഓം. അടുത്തത് ആ 10 ഓമിനെ അവിടെ തിരികെ കൊണ്ടുവരുന്നു. 10 ഓമിനെ തിരികെ കൊണ്ടുവന്നാൽ 10 പ്ലസ് 9.43 ദാറ്റ് ഈസ് 19.43. ഓംസ് ലോ പ്രകാരം 6.29 ഡിവൈഡഡ് ബൈ 19.43 ചെയ്താൽ 0.32 ആംബിയർ ഫ്രം ബി ടു എയിലേക്കാണ് ഫ്ലോ ചെയ്യുന്നതെന്നും കൂടി ആലോചിക്കുക. നമ്മൾ തെവെനിൻ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.